നമ്മുടെ ഗോവിന്ദൻ മാഷിന് വല്ലാതങ്ങ് ചൊടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിലാണ് അത്തരം ചൊടിക്കൽ കണ്ടത്. മുകേഷിനെ കുറിച്ച് ഒരക്ഷരം എന്നോട് ചോദിക്കരുത്, ഇതാണ് മൂപ്പർക്ക് പറയാനുള്ളത്. വെറുതെ വേണ്ടാത്ത ചോദ്യം ഒന്നും ചോദിക്കരുത്. കൊല്ലം ചെങ്കടലാക്കി CPM ഇളക്കി മറിക്കുമ്പോൾ കൊല്ലത്തെ തന്നെ MLA ആയ മുകേഷിനെ കാണാനില്ല, ഒന്ന് എത്തി നോക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഗോവിന്ദൻ മാഷോട് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ടല്ലോ. എന്നാലോ മുകേഷിന് അപ്രഖ്യാപിത വിലക്ക് തുടരുന്നു എന്ന് തന്നെയാണ് CPM വൃത്തങ്ങൾ പറയുന്നത്. ഈ വിഷയങ്ങൾ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന MV ഗോവിന്ദനെ നമുക്കൊന്ന് കാണാം. അറിയില്ല, അതിനൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വേഗം ചർച്ച ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ ആടെ പോയി, രണ്ടാമത്തെ ആളവിടെ പോയി, നാലാമത് കുഞ്ഞിരാമനോടെയാണ് പോയത്, നാരായണോടെയാണ് പോയി. MLA കാണുന്നില്ല, നോക്കിയാൽ മതി എവിടെയായിരുന്നു. നിങ്ങൾക്കല്ലേ നിങ്ങളുടെ കയ്യിലല്ലേ ഈ സാധനമല്ലേ ഉള്ളൂ. വെറുതെ വേണ്ടാതെ ഓരോ ചോദ്യം ചോദിക്കും. അതേന്ന് അതുകൊണ്ടെന്താ കുഴപ്പം? പാർട്ടി കോൺഗ്രസിന്റെ അകത്ത് നമ്മുടെ പാർട്ടി MLA-മാരും വന്നിട്ടുണ്ടോ? അതന്നെയാ പറഞ്ഞത്. ആ സമ്മേളനത്തിന്റെ അകത്ത് എല്ലാ MLA-മാരോ MP-മാരോ ഉണ്ടാവില്ല. അതെ, അതുണ്ടാവും. ശ്വാസങ്ങളിലാണ്, ഇപ്പം ശ്വാസങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾ ചോദിച്ച ചോദ്യം അതൊന്നുമല്ല. നിങ്ങൾ അയാളെ ഐഡിയകളെ എങ്ങനെ ഇപ്പോൾ ഞാനിവിടെ പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റും. നിങ്ങളെ നോക്കണ്ടേ? ആ എല്ലാ പരിപാടിയിൽ പറ്റാവുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു. ജനങ്ങളല്ല, നിങ്ങൾ ചോദിക്കുന്നതാണ്. ജനങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. സമ്മേളനത്തിൽ ആരൊക്കെ വന്നിട്ടുണ്ട്, ആരൊക്കെ വന്നില്ല നോക്കിയിട്ടാ. മുകേഷിനെ പറ്റി നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. മുകേഷിനെ പറ്റി ഞങ്ങൾ നല്ലപോലെ ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിനെതിരായിട്ടൊരു കേസ് വന്നു. ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാട് തുടർന്ന് കൊണ്ടുപോവാണ്. MLA രാജിവെക്കണമെന്ന് നിങ്ങളെല്ലാം പറഞ്ഞു. രാജിവെച്ചാൽ എന്തിനു വേണ്ടിയാണ് രാജിവെക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു രാജിവെക്കുന്നത് എന്താ പറഞ്ഞ് ഓർമ്മയിട്ടാ പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് പിന്നെ അന്നേരം പറയാന്നല്ലാണ്ട് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കില്ല. ഞാൻ പറയാണ്ട് നിങ്ങൾക്ക് പറയാലോ, നിങ്ങളല്ലേ പറഞ്ഞു. ഞാൻ പറയും പിന്നെ ഞാൻ പറയാൻ പോകാതല്ലേ. ഞാൻ പറയുന്നത് നിങ്ങൾ അന്ന് എന്താണ് പറഞ്ഞത് എന്നതിനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ഉണ്ടോ? ഒന്നുമല്ല, ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കണം എന്നാ. അപ്പൊ ഞാൻ ചോദിച്ചു, ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി രാജിവെക്കാം, എന്നാൽ ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ കേസ് വെറുതെ വിട്ടു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ധാർമ്മിക മൂല്യം അടിസ്ഥാനപ്പെടുത്തി ഭരണഘടനാപരമായി MLA ആകാൻ വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ആരും ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പിന്നെ രാജിവെക്കണ്ടാവും. അത്രയാ കാര്യം. എന്ത് സാമാന്യ മര്യാദ? ഇതിനു മുമ്പ് കോൺഗ്രസിന്റെയും BJPയിലെയും നൂറുകണക്കിന് MP-മാരും MLA-മാരും കേസായി കിടക്കുകയാണ്. എന്നിട്ട് ഇവിടെ സാമാന്യ മര്യാദ പറയുന്ന കുറെ ആള് സാമാന്യ മര്യാദ ഏത് ദേശീയ രാഷ്ട്രീയത്തിലോ? ദേശീയ രാഷ്ട്രീയത്തിൽ നിലപാടുകളെ പറ്റി വല്ല ചർച്ച ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലെ നിലപാടല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്നാൽ ഗോവിന്ദന്റെ പറച്ചിലിന് തൊട്ടു പിന്നാലെ മുകേഷിനുള്ള വിളി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പേരുദോഷം മാറ്റാനെങ്കിലും മുകേഷും കളം നിറയുകയാണ്. എന്നാൽ ഗോവിന്ദന്റെ പറച്ചിലിന് തൊട്ടു പിന്നാലെ മുകേഷിനുള്ള വിളി എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പേരുദോഷം മാറ്റാനെങ്കിലും മുകേഷും കളം നിറയുകയും കൃത്യമായ മറുപടി തൂക്കിക്കണക്കാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മുകേഷിന്റെ മറുപടി കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ജോലി, ഞാൻ പറഞ്ഞു ജോലിയാണ് ഞാനും പോയത്. ഇന്ന് വരും, അത്രേ ഉള്ളൂ. ജോലിക്കൊരു പ്രാധാന്യം കൊടുക്കണം, അതുകൊണ്ടല്ലേ ജീവിതമാർഗമല്ലേ. അല്ല, അത് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ്. കാരണം ഇവിടെ സംസ്ഥാന സമ്മേളനം പ്രതിനിധികളാണ്, മെമ്പർമാരാണ്. ഞാൻ മെമ്പർ അല്ല. അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ ഞാൻ ലോഗോ പ്രകാശനത്തിനുണ്ടായിരുന്നു. ഇന്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത്. ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ്. ഓമാധവൻ ഫൗണ്ടേഷനാണ്. ട്രോഫി കൊടുത്തത് ഞാനാണ്. ഇതിൽ കൂടുതൽ നമ്മളെന്തോ ചെയ്യാനാ? പിന്നെ ഇനി ഒരുപാട് ഉണ്ട്. അടുത്ത മാസം 3 ദിവസം ചെന്നൈയിലാണ്, 2 ദിവസം മൈസൂറിലാണ്. ഏപ്രിൽ 22 മുതൽ MLA-മാരുടെ ഒരു ടൂറ് കാശ്മീർ, ഡൽഹി, ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ് കാര്യം. ആ സമയത്ത് ബഹളം ഉണ്ടാക്കരുത്.
താങ്ക് യു വെരി മച്ച്. 30 കൊല്ലത്തിന് ശേഷമാണ് സമ്മേളനം കൊല്ലത്ത് വരുന്നത്. ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾ, ആ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്താണ് ഫീലിങ്സ്? അത് കൊല്ലം ഇളക്കി മറിക്കുകയാണ്. അതെല്ലാം അറിയാം. ഇതിന്റെ പിന്നിൽ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത്രയും ഗംഭീരമായിട്ട് നടക്കുമ്പം എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമോ? തീർന്നു. ഗോവിന്ദ മാഷ് പറഞ്ഞപ്പോ തന്നെ തീർന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനം തീർച്ചയായിട്ടും നമുക്ക് കൊല്ലംകാർക്ക് അഭിമാനിക്കാം. ഇനി ആര് എതിർ രാഷ്ട്രീയമാണെങ്കിൽ പോലും നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കെട്ടുറപ്പോടെ ഇത്രയും സംഘടനാ ശക്തിയോടുകൂടി എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വലിയ സമ്മേളനം തന്നെയാണ്. അതിനകത്ത് ഒരുപാട് എന്താ പറയുന്നത് ശുഭസൂചനകളുണ്ട്. ആ സൂചനകൾ ഞാനിപ്പോൾ പറയുന്നില്ല. നന്ദി.